അപ്പോൾ സ്കൂൾ വിട്ടിട്ടുണ്ട്, കുട്ടികൾ എത്താറായി. സോ നമുക്ക് എന്താണ് ഇന്ന് ചായക്ക് ഉണ്ടാക്കേണ്ടത്? സാധാരണ നമ്മൾ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് അല്ലെങ്കിൽ പഴംപൊരി, സമൂസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സോ ഇന്ന് അല്ലെങ്കിൽ എന്തായാലും നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ബാലൻസ് ഉള്ളതാണ് കഴിക്കുക. പക്ഷേ ഇന്ന് ഞാനൊന്ന് മാറ്റി പിടിച്ചു. ചൂടോടി കൂടി ഉഴുന്ന ദോശയും കോഫിയും. അപ്പോൾ കുടിച്ചാലോ? കുട്ടികൾക്ക് കൊടുക്കുക, കൂട്ടത്തിൽ ഇരിക്കും. ഓക്കെ, ബ്ലാക്ക് കോഫി. ചിക്കൻ കറിയും ദോശയും. ചിക്കൻ വേണ്ടാന്ന് പറഞ്ഞു, അപ്പോൾ കറി മാത്രമേ ഉള്ളൂ. ഇനി കോഫിയും. നമ്മുടെ കുട്ടൂസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ബേബിൻ്റെ ഫിനിഷ് ആയിട്ടുള്ള, ദിപ്പുവിൻ്റെ ഫിനിഷ് ആയിട്ടുള്ള. ബേബിക്ക് വേണോ? ഉറങ്ങിയിരുന്നു. അപ്പോൾ ഒലിവ് എണീറ്റു. അപ്പോൾ ദാ ഒലിവ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചായ അല്ല, കോഫി അല്ലേ വാവേ? ഓക്കെ, അപ്പോൾ ഒലിവിനും അപ്പു ഷുഗറും കൊടുക്കാൻ പോവാണ്. 2 ബാലൻസ് ഉണ്ട്, അപ്പം ഞാനും കഴിക്കാൻ പോവാണ്. ഇത് നല്ല ടേസ്റ്റുണ്ട്, നല്ല സോഫ്റ്റാണ്. ഉണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ദോശയുടെ ടേസ്റ്റ്. അപ്പോൾ തിന്നു അത് ഒഴിക്ക്. ചിക്കൻ കറി ഇതും ചമ്മന്തി ഉണ്ടെങ്കിൽ അല്ലേ രസമായി. പക്ഷെ സോ ഗൈസ്, നമ്മളൊരു കൊല വെട്ടാൻ പോവാണ് ഗൈസ്. ആദ്യത്തെ അല്ല, രണ്ടാമത്തെ. മഞ്ഞൾ വിളവെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൊടി, ഒരു വർഷത്തേക്കുള്ള പൊടി നമ്മൾ തന്നെ വിളവെടുത്ത് പുഴുങ്ങി ഉണക്കി പൊടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡ്യൂട്ടി വന്നിട്ട് ഉമ്മാക്കും കുഞ്ഞാമ്മയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് കുറേയൊക്കെ എന്തായാലും പുഴുങ്ങി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കൊല വെട്ടിയില്ലേ, അതിൽ നിന്ന് 2 കായ എടുത്തിട്ട്, 2-3 കായ എടുത്തിട്ട് നമ്മൾ ചിപ്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ഉണ്ട്. എന്തായാലും ചിപ്സ് ഉണ്ടാക്കാൻ പാകമാണ്. കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ രണ്ടാമത്തതും വീണു. ബനാന വീണെടുക്കണേ. നല്ല രസമാണ് ഈ പഴം കഴിക്കാൻ. ഓക്കെ, ടേസ്റ്റ് ചെയ്യട്ടെ. ടേസ്റ്റ് ചെയ്യാം, ഞാൻ ടേസ്റ്റ് ചെയ്യാം. ഞാൻ ടേസ്റ്റ് ചെയ്യടൂ. അത് വേണ്ട, പൊട്ടിക്കണ്ട. ഇവിടെ ടേസ്റ്റ് ചെയ്ത് അതിന് ഒലിവന്നെ ടേസ്റ്റ് ചെയ്ത് ഫസ്റ്റ്. മേലൊക്കെ രസമുണ്ട്. ഒരു മിനിറ്റ്. മതി. ഇങ്ങനെ മാത്രം മതി. അപ്പൊ പിന്നെ എന്തിനാ വരുന്നേ? പോയിക്കോ. ചിക്കൻ സർപ്രൈസ് ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സന്തോഷമായി, സർപ്രൈസ് ആയിട്ട് വിസിറ്റ് ചെയ്തു. സോ ഗൈസ്, നമുക്ക് എന്തായാലും പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ പറിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കസ്തൂരി മഞ്ഞൾ പറിക്കുന്ന വീഡിയോ എടുക്കാം ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളിതിന് മേലെ ഉണങ്ങി കിടക്കുന്നതൊക്കെ പറിച്ചു. ഇനി നമുക്ക് നോക്കി നോക്കാം അതിൽ എത്ര ഉണ്ട്, എങ്ങനെയാന്നൊക്കെ. ഇവിടെ ചൊരിയണേ.
മണ്ണെണ്ണ അടുത്തേക്ക് വെച്ചാൽ മതി. ആ മണ്ണെണ്ണ അടുത്തേക്ക് വെച്ചാൽ മതി. ചാക്ക് പറ്റും. ആ ചാക്കിക്ക് തന്നെ ആക്ക്. വിചാരിച്ച പോലെ ഒന്നും ഇല്ലേ ഗൈസ്? ഉണ്ടെന്ന് തോന്നുന്നു. നോക്കാം. നല്ല വേരാണ്. അയ്യോ, എന്തായാലും ഉണ്ട് കേട്ടോ. ഇനി എന്തായാലും ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഉമ്മ തൃശ്ശൂർ പോവാണ് കേട്ടോ. അപ്പോൾ ബേബിനെയും കൂടി കൊണ്ടുപോവാണ്. കാരണം കല്യാണത്തിന് വരുമ്പോൾ ഇങ്ങോട്ട് ബേബിനെ കൊണ്ടുവരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മയും ബേബിയും കൂടി പോവാണ് കേട്ടോ ട്രെയിനിൽ. തൃശ്ശൂർക്ക് പോകണം. വരുന്ന വഴി ഞങ്ങൾ ബനാന ഫ്രൈയും കൂടി വാങ്ങിയിട്ട് പോന്നു. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ പറിച്ച് വെച്ച കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. കുറേ പേര് യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയപ്പോൾ ഇത് കസ്തൂരി മഞ്ഞളല്ല എന്ന് പറയുന്നുണ്ട്. കസ്തൂരി മഞ്ഞൾ കളർ വന്നിട്ട് യെല്ലോ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ വന്നിട്ട് ഫുൾ യെല്ലോ അല്ല, കുറച്ച് ഒരു ക്രീമും പിന്നെ സെൻറ്ററിൽ വന്നിട്ട് ചെറിയൊരു യെല്ലോയും അങ്ങനെയുള്ള ഒരു കളറുമാണ്. പക്ഷേ ഫുള്ളായിട്ടും ആ യൂട്യൂബിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു ഇതും അല്ല കേട്ടോ. എന്തായാലും ഞങ്ങളിതെടുത്ത് കഷ്ണം മുറിച്ച് ഉണക്കാനിട്ടിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് കല്യാണത്തിന് ഉണ്ടായുള്ള ഡ്രസ്സ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പം ഇനി നമ്മൾ ഇനി ഡ്രസ്സ് ഇട്ട് പോകുമ്പോൾ എങ്ങനെയാണോ അങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ 2-3-4 ദിവസത്തെ വീഡിയോസ്. അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് ഒരു വീഡിയോ ആക്കിയതാണ്. അതിൻ്റെ ഡ്രസ്സൊക്കെ ഷേപ്പ് ചെയ്ത് അതൊക്കെ ഇട്ട് നോക്കി സെറ്റാക്കിയിട്ട് നമ്മൾ ഇനി നാളെ കല്യാണത്തിന് പോകുമ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ.